മേലാർകോട് ഗ്രാമപഞ്ചായത്തിൽ പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രത്യേക ഗ്രാമസഭ ചേർന്നു. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഗ്രാമസഭയിൽ ഭവന പദ്ധതിയുടെ വിവിധ നടപടികൾ ചർച്ചയായി. ഭവനരഹിതർക്കും അർഹരായ കുടുംബങ്ങൾക്കും സർക്കാർ ഭവന പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനായുള്ള നടപടികളുടെ ഭാഗമായാണ് മേലാർകോട് പഞ്ചായത്തിൽ PMAY ഗ്രാമസഭ സംഘടിപ്പിച്ചത്. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പൊതുജനങ്ങളും പങ്കെടുത്ത ഗ്രാമസഭയിൽ പദ്ധതിയുടെ പുരോഗതിയും തുടർ നടപടികളും വിലയിരുത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജുകുമാർ ഗ്രാമസഭ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. കേന്ദ്രത്തിന്റെ 72,000, സംസ്ഥാന ഗവൺമെന്റിന്റെ 48,000, ജില്ലാ പഞ്ചായത്തിന്റെ 98,000, ബ്ലോക്ക് പഞ്ചായത്തിന്റെ 1,12,000, ഗ്രാമപഞ്ചായത്തിന്റെ 70,000. അങ്ങനെ മൊത്തം 4 ലക്ഷം രൂപയാണ് നമ്മൾ ഈ PMAY വഴി ഗുണഭോക്താക്കൾക്ക് എത്തിക്കുന്നത്. ഈ തുക ഇന്നത്തെ കാലത്ത് വളരെ പരിമിതമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ 4 ലക്ഷം കൊണ്ട് നമുക്ക് വീടിന്റെ എല്ലാ പണി പൂർത്തിയാക്കാൻ പറ്റില്ല എന്നല്ല. ഇന്നത്തെ കൂലിയായിക്കോട്ടെ മെറ്റീരിയലിലേക്ക് എല്ലാം കൂടിയിരിക്കുന്ന കാലഘട്ടത്തിൽ എന്നിരുന്നാലും ഗവൺമെന്റ് നൽകുന്ന ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് അതിനാശ്വാസം കൊണ്ട് ഇതിന് ഇനി എത്ര തുക വയ്ക്കും എന്നുള്ളത് അറിയില്ല. ഇനി കൂട്ടുവാണെങ്കിൽ വളരെ സന്തോഷമായിരുന്നു. നമ്മുടെ ഗ്രാമപഞ്ചായത്തിനും ഇതൊരു വലിയൊരു ഇതാണ്. ഇത്രയും നമ്മളിപ്പോ 320 വീടുകൾ വന്നു. അപ്പൊ നിങ്ങൾ അത് പ്രയോറിറ്റി കാണിച്ചിട്ട് ഓരോരുത്തർക്കും ഓരോ ഇത് നോക്കിയിട്ടാണ് നമ്മളെ നിശ്ചയിക്കുക. ജനപങ്കാളിത്തത്തോടെയും നിയമാനുസൃതമായ നടപടികളിലൂടെയും ഭവന പദ്ധതി നടപ്പാക്കാൻ പഞ്ചായത്ത് പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജ്യോതി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമസഭയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അവതരിപ്പിക്കുകയും പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുകയും ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കൃഷ്ണൻ, വത്സല, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ രസ്ന, ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ KC വിജയൻ, ഗ്രാമപഞ്ചായത്ത് അംഗം KV കണ്ണൻ എന്നിവർ സംസാരിച്ചു. വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ പാർവതി സ്വാഗതം പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.